നേരം എടുത്തപ്പോ തെണ്ട ഇറങ്ങിയാണല്ലോ നീ. എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? നിന്റെ അമ്മായിയപ്പനെ പിണ്ണം വെക്കാൻ ഓരോ മാറിനെടുത്ത് എന്റെ തലയെ വെച്ച് എന്നിട്ട് എന്നെ ചാടി കളിക്കാൻ വന്നോണ്ടല്ലോ. അതല്ലടാ, വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല. പച്ച വെള്ളം ചോദിക്കണമെങ്കിൽ നീ വേണ്ടേ? അയാളെ കൊണ്ട് ഞാൻ തോറ്റു. ആരെ? ആ ആലില്ല കണ്ണ. ഓ, ആ മൂപ്പിലാ കുറച്ച് നേരമായിട്ട് പുറത്ത് കിടന്ന് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി എന്ന് വിളിക്കുന്നുണ്ട്. 2 മണിക്കൂറായി വെള്ളം കോരി തലയിലൊടിക്കാൻ തുടങ്ങിയിട്ട്. എന്തിന്? കുളിക്കാന്ന് കാണിക്കാൻ. വാതിൽ തുറന്നാ കുടുങ്ങില്ലേ? വാ തുറക്കാൻ പറ്റുമോ? പോയ കാര്യം എന്തായി? അതിലും കഷ്ടമാ. നീ പറഞ്ഞത് ശരിയാ. ആ നമ്പീശനും ആ പെണ്ണും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. പക്ഷേ തുടങ്ങിയ കളവന്. എവിടാ നീയെ? സംശയം തോന്നി. എവിടെ പോയി ഇവൻ? കുഞ്ഞുണ്ണി, അച്ഛാ എത്ര നേരമായി വിളിക്കണു? ഞാൻ കുളിക്കായിരുന്നു. 2 മണിക്കൂറായല്ലോ കുളിക്കാൻ കയറിയിട്ട്. തല നല്ലോണം തോർത്തണം. മഞ്ഞുകാലമാ, ജലദോഷവും പനിയൊക്കെ പിടിക്കും. രാസ്നാദി തിരുമാറുണ്ടോ മോനെ? ഉണ്ട്. അമേരിക്കയിൽ എവിടുന്നാ രാസ്നാദി? അമേരിക്കയിലെ എന്റെ ഒരു റൂംമേറ്റ് ഒരു ആസ്മാദി ഉണ്ട്. അവന്റെ രാസ്നാദി വാങ്ങിച്ച് ഞാൻ തേക്കും. നാട്ടു നടപ്പൊന്നും മറന്നിട്ടില്ല. വിളിച്ച കാര്യം പറയൂ. സേതു തന്നെ പറഞ്ഞോളൂ. എന്താ? കുഞ്ഞുണ്ണിയുടെ കല്യാണക്കാര്യം നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ അങ്ങ് നടത്താല്ലേ? നന്ദുപ്പണിക്കരെ നാട്ടിൽ നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. മുഹൂർത്തം അയാള് തന്നെ കുറിക്കട്ടെ. എന്താ? കല്യാണം വന്നാൽ ഉടനെ കല്യാണം നടത്തണമെന്ന് നീ തന്നെയല്ലേ ഫോണിൽ കൂടെ പറഞ്ഞത്? മറന്നോ? അല്ല പെണ്ണിന്റെ കാര്യം അത് രാമവർമ്മ പറഞ്ഞ അമേരിക്കയിലുള്ള പെണ്ണെ തന്നെ മതി നമ്മൾ തീരുമാനിച്ചല്ലേ? നിനക്ക് ഇഷ്ടമാണെന്നാണല്ലോ രാമവർമ്മ പറഞ്ഞത്. ഒരു പക്ഷേയുമില്ല. രാമവർമ്മയോട് എല്ലാം തീരുമാനിച്ചുറപ്പിക്കാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാങ്കിന്റെ ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ മുഴുവനും എടുത്തൊന്ന് മിനുക്കണം. ആഭരണം? ഓ, അത് നിനക്കറിയില്ല. തലമുറകളായി കൈമാറി വന്ന കൊട്ടാരത്തിലെ കുറെ ആഭരണങ്ങളുണ്ട്. അമ്മമ്മയുടേതായിരുന്നു, അത് പിന്നെ നിന്റെ അമ്മയുടേതായി. ഇനിയിപ്പോ അത് നിന്റെ പെണ്ണിനുള്ളതാ. അതണിഞ്ഞു വേണം പെണ്ണ് മണ്ഡപത്തിൽ കയറാൻ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? അച്ഛൻ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞാലേ ഞാൻ പറയൂ. ഞങ്ങളറിയാതെ നീ വല്ല വിവാഹവും? ഒന്നുമില്ല. പിന്നെ അച്ഛമ്മ ക്ഷമിച്ചെന്ന് പറയണം. ഞങ്ങളല്ലാതെ വേറെ ആരാ മോനെ നിന്നോട് ക്ഷമിക്കുക? നീ കാര്യം പറ. ഞാൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. വല്ല മദാമിയോ മറ്റോ? നമ്മുടെ നാട്ടുകാരി തന്നെയാ. ലണ്ടനിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പഠിക്കുക. എന്താ പേര്? രാധിക മേനോൻ. ഓ, സമാധാനമായി. മേനോൻകുട്ടിയാണല്ലേ? ഏതാ കുടുംബം? അച്ഛനമ്മ ലണ്ടനിലെ കുടുംബം. തൈക്കാട് മഠം. അത് വൈദ്യന്മാരുടെ കുടുംബമല്ലേ? ഞാൻ അറിയും. ഇത് ലണ്ടനിലുള്ള തൈക്കാട് മഠം. ലണ്ടനിൽ തൈക്കാട്ട് മഠം? ഈ കുട്ടിയുടെ അച്ഛന് പിന്നെ ലണ്ടനിൽ തൈക്കച്ചവടാണ്. പിന്നെ അപ്പൊ എല്ലാരും തൈമേനെന്നാണ് വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഇയാൾ വീട് വെച്ചപ്പോ തൈയോട് തൈ വീടിന് ചുറ്റും അങ്ങനെ കാട് പോലെ തൈ വളർന്നിട്ട് എല്ലാരും തൈക്കാടെന്ന് വിളിച്ചു. പിന്നെ വീടാണല്ലോ മഠം, അങ്ങനെ തൈക്കാട് മഠം. ഈ തൈ എന്നൊക്കെ പറയുന്നത് അത്ര വലിയ ബിസിനസ് ആണോ? പിന്നെ എന്ത് തയ്യാ ഇയാൾ നടുന്നത്? മാങ്ങാത്തൈ, ചക്കത്തൈ, തേങ്ങാത്തൈ. തേങ്ങാത്തൈ അല്ല, തെങ്ങും തൈ. അമേരിക്ക വളർന്ന കുട്ടിയല്ലേ? അല്ല, ഈ ലണ്ടനിലാരാ തൈ വാങ്ങുന്നത്? ലണ്ടനിലെ ഫുൾ എക്സ്പോർട്ട് ആണ്. തൈ കയറ്റും. എങ്ങോട്ട്? ഈ തെങ്ങ് കിളിക്കുന്നിടത്തോട്ടൊക്കെ കയറ്റും. തൈ വാങ്ങി കയറ്റിട്ട് തായ്ലാൻഡിലോട്ട് അയക്കും. ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ ആ തൈമേനോട് ചോദിക്കണം. ആട്ടെ, അവർക്കൊക്കെ സമ്മതമാണോ തൈ കയറ്റുന്നതാ? അല്ല, ഈ കല്യാണത്തിന് സമ്മതമാണോന്ന്. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? ആ കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേംബ്രിഡ്ജ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ്. 6 മാസം കഴിഞ്ഞ് വരും. എന്തിനാ ഇത്ര പരിഭ്രമിക്കുന്നത്? ഇതിനാണോ ക്ഷമിക്കണം മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞത്? അവനവന്റെ ജീവിത സഖിയെ അവനവൻ തന്നെ തെരഞ്ഞെടുക്കുന്നത് നല്ലൊരു തീരുമാനം തന്നെയാ. 6 മാസം എന്ന് പറയുമ്പോ വൃശ്ചികം കഴിഞ്ഞുള്ള 1-2 മുഹൂർത്തം കുറിക്കാൻ കണിയാർക്കൊരു കത്തയക്കാം. ഇതാ. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. തമ്പുരാനെ, നീ പിന്നെ വന്നാ? ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ 2-3 പേരും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ ചിലതെല്ലാം ഇവിടെ തെളിയിക്കും. എവിടെ തമ്പുരാന്റെ കുഞ്ഞുമോൻ? വിളി. അവന്റെ തിരുമോന്ത ഞാനൊന്ന് കാണട്ടെ. കുഞ്ഞുണ്ണി, ഇറങ്ങി വാടാ. ആഹാ, കള്ളും കുടിച്ചോണ്ട് നീ പിന്നെയും വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണല്ലേ? വഴക്കിടാനൊന്നുമല്ല, കുഞ്ഞുണ്ണിന്നും പറഞ്ഞ് 2 പേര് ഇവിടെക്കാര് താമസിക്കുന്നു കേട്ടു. 2 പേരില്ല, ഒരാളെ ഉള്ളൂ. അവൻ അമേരിക്കയിൽ നിന്ന് വന്നതാ. അമേരിക്കയിൽ നിന്നാണോ അരൂക്കുറ്റിന്നാണോന്ന് ഞങ്ങൾ കണ്ടിട്ട് പറയാം. കുഞ്ഞുണ്ണി, പുതുവോളം വീണ്ടും വന്നിരിക്കുന്നു. കുഞ്ഞുണ്ണി, ഇതാണ് കുഞ്ഞുണ്ണി. ഇനി എന്താ വേണ്ടത്? ഇനിയൊന്നും വേണ്ട, ഇത് 2 മതി. എന്താണ് നിന്റെ പേര്?
കുഞ്ഞുണ്ണി. അപ്പൊ നീയോ? കുഞ്ഞുണ്ണ. ഞാൻ നിന്നോടാ ചോദിച്ചത്. കുഞ്ഞുണ്ണി. അത് നിന്റെ പേര്, ഇവന്റെ പേരെന്താ? ഓ, അത് ശരി. അച്ഛന്റെ പേരെന്താണ് നീയാക്കറിയണം. എന്നെയാണോടാ നീ അവനൊക്കെ വിളിച്ചത്? അധിക പ്രസംഗി. എന്റെ തമ്പുരാനെ, ഞാൻ തമ്പുരാന്റെ പേരല്ല ചോദിച്ചത്, ഇവന്റെ പേരെന്താന്ന്? അതല്ലേ ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ണിന്ന്. അവരോടി ഓടി ഇയാളുടെ കൂടെ വന്ന് എടുത്ത ഓടി എല്ലാം വെള്ളം അവിടെ ഛർദ്ദിച്ച് വൃത്തിയാക്കല്ലേ. ഇവിടെ ആരും ഓടിയിട്ടില്ല. ഓടി താനോട് പറഞ്ഞു. അവനോടി താല്ലേ പറഞ്ഞു അങ്ങോട്ട് ഓടി. പിന്നെ ഇവിടെ ആരും ഓടി. താല്ലേ ഇപ്പൊ പറഞ്ഞു ഓടിയെന്ന്. ഇവിടെ ആരും ഓടില്ല എന്ന് പറഞ്ഞാൽ പൊട്ട. താലോട് പറഞ്ഞു ഓടി. അങ്ങോട്ട് ഓടി. ഇവിടെ ആരും ഓടിയില്ല. ആരാ ഓടിയേ? അച്ഛാ, ഇതിന് ആൽക്കഹോളിക് ഡിലറി എന്ന് പറയും. ഇല്ലാത്ത ഉണ്ടെന്ന് തോന്നുന്നു. സ്ഥലം കള്ളുപിടിച്ച് വന്നിരിക്കുക. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞങ്ങൾ പൊതുവാള് പറഞ്ഞിട്ട് വന്നതാ. തെളിയിക്ക് എല്ലാം ഇവിടെ തെളിയിക്കണം. ചില തട്ടിപ്പൊക്കെ നടക്കുന്നെന്ന് പൊതുവാള് പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ സത്യം അറിയണം. ഞാൻ കള്ളുടിനാ സമ്മതിച്ചു. പക്ഷെ ഇവര് പറയട്ടെ ഇവിടെ എത്ര പേരുണ്ടെന്ന്. പറയടാ, ഇവിടെ എത്ര പേരുണ്ട്? നമ്മൾ 4 പേര്. 5 പേരില്ലേ? ഓടാ മരംകുടന്മാരെ, നമ്മൾ എത്ര പേരുണ്ടെന്നല്ല, ഇവരെത്ര എന്താണ് ഇവിടെ ഒരു ചീഞ്ഞ നാറ്റം? അച്ഛാ, ഞാൻ പറഞ്ഞില്ല എല്ലാരും വെള്ളം നാറിയിട്ട് നിക്കാൻ വയ്യ. മധ്യ ഇവരെ തലേ കൂടെ താനിപ്പോ മധ്യത്തിലാവണോ കുടിക്കുന്നത്? ഇവൻ ഗോവിന്ദ കുട്ടിയാ, ഞങ്ങളുടെ താമസവനാ. ഗോവിന്ദൻകുട്ടി? ഏത് ഗോവിന്ദൻകുട്ടി? അയാൾ എങ്ങനെ ഇവിടെ വന്നത്? അങ്ങനെ ചോദിക്ക്. ഇവൻ തമ്പുരാനെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ. പറയടാ, എല്ലാം തെളിയട്ടെ. നീ പറഞ്ഞിട്ടില്ലടോ ഞാൻ വന്നത്. ഇവിടെ വന്ന് 2 കുഞ്ഞുണ്ണി ഉണ്ടെന്ന് പറഞ്ഞ് തമ്പുരാനെ പറ്റിച്ച വയറു തെറിച്ച് കള്ളു മേടിച്ചു വരാന്ന് പറഞ്ഞ നീ അല്ലേടോ? അച്ഛന്റെ ദേഹത്തോട്ട് പോരുത്. ആർക്കാണ് എന്നെ അടിക്കേണ്ടത്? തമ്പുരാനെ എന്റെ അച്ഛനെ അടിച്ചല്ലേ? ഞാനല്ല തമ്പുരാനെ അടിച്ചത്, ഈ കുഞ്ഞുണ്ണിയാ. പുറത്ത് ഇന്ന് തന്നെ ഒരു ഗൂർഖ ഏർപ്പാടാക്കണം. ഇവരിനകത്ത് കയറിയാൽ കാല് തല്ലി ഓടിക്കാൻ പറയാം. ക്ഷമിക്കണം, വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോ തല്ലിപ്പോയത്. മാപ്പാക്കണം. നീ ഇതെവിടെ പോയി? നിനക്ക് എന്ത് പറ്റിയെന്ന്? അതെന്റെ ചേട്ടനായിരുന്നു. ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ആളിത്തിരി പട്ടനാ. ഇടയ്ക്ക് കുറച്ചു കാലം അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഇനി വരില്ല. ഏട്ടനല്ലേ കാണണമെന്നില്ലേ? പിന്നെ അതുകൊണ്ടല്ലേ വിളിച്ചത്. നാളെ കാണണം. ഒറ്റയ്ക്ക് വന്നാൽ മതി. എവിടെ? കോർട്ടിലോ? ബാന്ദ്ര ടാങ്കിന് പുറകുവശത്തുള്ള റോഡിൽ നമ്പർ 22. ഓ, നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ആ വീടല്ലേ? പക്ഷേ എന്റെ മാല കൊണ്ടുവരാൻ മറക്കരുതേ. വേണ്ട, ഇനി വൈരമാല വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. കടക്കാര് തിരിച്ചു ചോദിക്കുന്നു. തന്നോട് ആര് പറഞ്ഞു കാശ് കടം വാങ്ങിക്കാൻ? അയ്യോ, അതല്ല, സ്വർണ്ണക്കടക്കാര്. അവര് മറ്റാർക്കോ വേണ്ടി പണിത മാലയാ. അബദ്ധത്തിന് നമ്മുടെ തന്നതാ. അതാ തിരിച്ചു ചോദിക്കുന്നത്. എടോ നമ്പീശ, ഓ, തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂ? എന്നാ കേട്ടോ, കേൾക്കാം. എന്ത് വന്നാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. ആ, अबे चल बाहर। ഇതെന്താ ഓട്ട് കമ്പനിയാ? കാവൽക്കാരനൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ. आपको अंदर छोड़ने के लिए बड़ा साहब ने मना किया है। പോരങ്ങൻ. अबे ഈ ഡ്രസ്സും കത്തിയായിട്ടാ രാത്രി കിടന്നുറങ്ങണേ. മുറിഞ്ഞു പൂട്ടോ. രാവിലെ ഇനി കെട്ടിയെടുത്താ ഇയാളെ ഇതിനകത്ത് കേട്ടതെന്ന് അറിയാമല്ലോ. जी साहब। എടാ പെരട്ടെ, നിന്റെ ഉദ്ദേശം എന്താടാ? അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാടാ ഈ പൊതുവാള്. അന്ത താനിവിടെ നിന്നപ്പോ കറിയൊന്നും വെക്കത്തില്ല. സാമ്പാർ അവിയലും തോരനൊക്കെ അവര് കഴിച്ചിട്ട് ഉപ്പും ചോറും ഇയാൾക്ക് കൊടുക്കും. നിന്റെ ഉദ്ദേശം എന്താടാ? അറിയണോ തനിക്ക്? ഇവിടെ ഞങ്ങൾ കട്ട് മുടിക്കും. എന്നിട്ട് ഈ കൊച്ചു കൊട്ടാരം കുളം തോണ്ടും. അപ്പയുടെ തമ്പുരാൻ വഴിയാധാരമാകും. തമ്പുരാട്ടി കാഞ്ഞു മേലോട്ട് പോകും. കുഞ്ഞുണ്ണിയ കുത്തുപാള എടുക്കും. നീ എന്തിനാ മോനെ ഈ നരകത്തിന്റെ കൂടെ നടക്കണേ? എല്ലാം കഴിയുമ്പോ ഈ വീടിനെ തീരാൻ, ആ സമയത്ത് തന്നെ ഇവിടെങ്ങാനും കണ്ടാൽ തല്ലിക്കൊന്ന് അതിനകത്തിട്ട് ചുട്ട് തിന്നാൻ. ഇനി വല്ല അറിയണ? കളഞ്ഞിട്ട് വാടേ. സമ്മതിക്കില്ലടാ, ഞാൻ സമ്മതിക്കില്ല. നിങ്ങളൊക്കെ ആരാണെന്ന് ഞാൻ തെളിയിക്കും. ഈ പൊതുവാള് തെളിയിക്കും. അതിന് താൻ ഇതിനകത്ത് കയറിട്ട് വേണ്ട തെളിയിക്കാൻ. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണ് ഈ താൻ ഇതിനകത്ത് കയറ്. ഈ ആത്മീയ കൈ കാലം കയർ കാല് വെട്ടി കുത്താർ കുതാവുക നീ ചീപ്പാവരുതാ. വന്നേ വന്നേ. അയ്യേ, താൻ എന്തിനാണ് ഇത് എപ്പോഴും ഇങ്ങനെ അടക്കണേ? അതിന്റെ അകത്ത് വല്ല നഗ്ന നൃത്തം നടക്കണ്ട. വൃത്തിയിട്ടവൻ മുറിയൂട്ടോ. ആ, കുഞ്ഞുണ്ണി വന്നോ? നന്നായി.
ഞാൻ നിന്നെ നോക്കിയിരിക്കായിരുന്നു. और कपड़े हैं क्या? ആജ് നഹി കല്ലാന. जी सर। എന്താ ഒരു സർപ്രൈസ് ഉണ്ട്. നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആര് ആരായിരിക്കും? ഏഴുമലയും 7 കടലും താണ്ടി ആരായിരിക്കും? കടലും മലയോ? 6 മാസമൊന്നും ഇനി കാത്തിരിക്കണ്ട. മുഹൂർത്തം ഉടനെ കുറിക്കാൻ നന്ദു കണിയാനോട് പറയാം. അച്ഛൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവള് വന്നു. രാധിക, രാധിക മേനോൻ. വാ. രാധിക, വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? രാധികയോ? തൈബേനന്റെ മകൾ രാധിക കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ മാറ്റി വെച്ചു. അതുകൊണ്ട് അവള് വന്നതാ. അച്ഛമ്മ കൊഞ്ചിച്ചോണ്ടിരിക്കുക. കൊച്ചുമോന്റെ പെണ്ണല്ലേ രാധിക? എവിടെയായിരുന്നു ഉണ്ണിയെ? പൂജ കഴിഞ്ഞപ്പോ മുതൽ ഞാൻ തേടി നടക്കുക. മെഡിക്കുക ഇവള്. ഞാൻ ചോദിച്ചു എന്താ ആരോടും പറയാതെ പെട്ടെന്ന് മുമ്പിൽ വന്ന് ചാടിയെന്ന്. അപ്പൊ ഈ കുട്ടി പറയാ ഐ വാണ്ടഡ് ടു ഗീവ് എ സർപ്രൈസ് ടു ഓൾ ഓഫ് യു എന്ന്. ഓ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ മെടുക്കളാ. ആട്ടെ, അച്ഛൻ അറിയോ കുട്ടി ഇങ്ങോട്ടാ വന്നതെന്ന്? അച്ഛനാ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. ആ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ തൈ ബിസിനസ് ഒക്കെ? ഡൂയിങ് വെൽ. ആ, കൊറേ നാളായിട്ട് കാണുകയല്ലേ, കുട്ടികൾക്ക് പലതും പറയാനുണ്ടാവും. നമ്മൾ സ്വർഗത്തിലെ കട്ടറും പാവണ്ട. ആ സത്യം. നിങ്ങൾ സംസാരിച്ചിരിക്കുക. എനിക്കും ബാങ്ക് വരെ ഒന്ന് പോണം. ഏതാടി നീ? താനേതാ? ഞാൻ കുഞ്ഞുണ്ണി. എന്ത്? അപ്പൊ ഇതോ? ഇത് മനസ്സിലായി. ഇത് സൗണ്ട്, ഇത് ബോഡി. ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. കുട്ടിക്കാലത്ത് വായിച്ച ഫെയറി ടെയിലിൽ പോലും ഇങ്ങനെ ഒരു തട്ടിപ്പ് കേട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. സ്മാർട്ട് ഓപ്പറേഷൻ. അത് ശരി. മദാമേരാ? രാധിക മേനോൻ, തൈക്കാട്ട് മഠം, ലണ്ടൻ. സ്റ്റുഡന്റ് ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കുഞ്ഞുണ്ണിയുടെ കാമുകി. പോരെ? അങ്ങനെ ഒരാളില്ല. ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങളല്ലേ? ഞങ്ങൾ പറഞ്ഞത് നിനക്കെങ്ങനെ അറിയാം? ചോദിക്കും നിനക്ക് ഉത്തരം പറയാൻ. താൻ ആരാ? എന്റെ സ്കൂൾ ടീച്ചറാ? മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോലെ എന്റെ സ്വഭാവം മാറും. പോയാ നമ്മൾ 3 പേര് ഒരുമിച്ച് പോകും. ഞാൻ പുറത്ത്, നിങ്ങൾ ജയിലിലും. ജയിലിൽ പോ, നിന്നെ കൊന്നിട്ട്. വാ കൊല്ല്. പോടി പൂച്ചക്കന്നി. നീ പോടാ മാക്രി. ഇവിടെ കൊല്ലത്തുള്ളാന്ന്. എന്ത്? പിന്നെ എന്റെ ഇരട്ടപ്പേര് ഇവൾക്ക് അതിന്റെ മോന്തയുടെ ഷേപ്പ് കണ്ടിട്ട് പറഞ്ഞായിരിക്കും. ഇവളുടെ മോന്തയുടെ ഷേപ്പ് സ്വന്തം പല്ലട കുത്തി നാട്ടിക്കണ്ട. ഞാൻ ചോദിക്കാം. എടി തൈക്കാട്ട് രാധിക മേനോത്തി, നിനക്ക് ഞങ്ങളെ ദ്രോഹിക്കാനാണോ ഉദ്ദേശം? എനിക്ക് ആരും ദ്രോഹിക്കണമെന്നില്ല. പക്ഷേ ആരും ദ്രോഹിക്കപ്പെടരുതെന്നുണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്ന് സമയമാവുമ്പോ മനസ്സിലാവും. അതുവരെ ഓടക്കാൻ വരാതിരിക്കുന്നതാ 2 കൂട്ടർക്കും നല്ലത്. കാക്കക്കുയിലേ